അടുത്തത് വരുന്നത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെ ടൈപ്പുകളാണ് കമ്മ്യൂണിക്കേഷനിലുള്ളതാണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫോമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ലാസ്റ്റിൽ വരുന്നത് ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർനെറ്റ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്പുകൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിച്ചു പോകും. ആദ്യത്തെ വരുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, വൺ വേ കമ്മ്യൂണിക്കേഷനിൽ മറ്റൊരു പേര് പറയുന്നതാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഡൈഡാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഡൈഡാറ്റിക് മെത്തേഡ് വൺ വേ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പേരാണ് ഡൈഡാറ്റിക് മെത്തേഡ്. ഓക്കെ, ഈ മെത്തേഡിനകത്ത് എന്താണ് പ്രത്യേകത, എന്താണ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ലെക്ചർ മെത്തേഡാണ്. ക്ലാസ്സുകളിൽ ലെക്ചർ ക്ലാസ് റൂമുകളിൽ ലെക്ചർ മെത്തേഡാണ്. അങ്ങോട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് വൺ വേ, ഒരു വഴിക്ക് മാത്രമാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അതാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പേരാണ് ഡൈഡാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രോബാക്കുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു വഴിക്ക് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഡ്രോബാക്കുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഡ്രോബാക്കുകൾ, എന്തൊക്കെയാണ്? നോളജ് ഈസ് ഇമ്പോസ്ഡ്. നോളജ് ഈസ് ഇമ്പോസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം തന്നെയാണ് അതിനകത്തേക്ക് പറയുള്ളൂ. ലേണിംഗ് ഈസ് ഓതറേറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ലിറ്റിൽ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ, കുറച്ച് ഓഡിയൻസ് മാത്രമാണ് അതിന് പങ്കെടുക്കുകയുള്ളൂ. കാരണം ഈ ലെക്ചർ ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം തന്നെയാണ് അത് കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. ഇനി അടുത്തെന്താ, അതിന് ഫീഡ്ബാക്ക് ഉണ്ടാവില്ല. നോ ഫീഡ്ബാക്ക്. ആ ലെക്ചർ മെത്തേഡിന് അല്ലെങ്കിൽ വൺ വേ കമ്മ്യൂണിക്കേഷന് ഫീഡ്ബാക്കുകൾ ഉണ്ടാവില്ല. ആ വ്യക്തി ആ ലെക്ചർ ക്ലാസ് എടുക്കുന്നു, ക്ലാസ് കഴിഞ്ഞാൽ ആളുടെ സമയം കഴിഞ്ഞാൽ ആൾ തിരിച്ചു പോകുന്നു. അതിൻ്റെ അതിനകത്ത് ഫീഡ്ബാക്ക് ഉണ്ടാവില്ല. ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. അത് ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുത്താനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാനും സാധ്യതയില്ല. ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത്, ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അപ്പോൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പേരാണ് പറയുന്നത് ലെക്ചർ മെത്തേഡാണ്. അതേപോലെ തന്നെ ഡൈഡാറ്റിക് മെത്തേഡാണ്. ഡൈഡാറ്റിക് മെത്തേഡ് വൺ വേ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പേരാണ് ഡൈഡാറ്റിക് മെത്തേഡ്. ഓക്കെ, ഡ്രോബാക്കുകൾ പഠിച്ചു. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിന് ഫീഡ്ബാക്ക് ഉണ്ടാവില്ല. അത് കൃത്യമായിട്ടുള്ള ആ വിഷയം മാത്രം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അത് കുറച്ച് ഓഡിയൻസ് മാത്രമാണ് അതിൽ പങ്കെടുക്കുകയുള്ളൂ. അത് ഹ്യൂമൻ ബിഹേവിയറിനെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധ്യതയില്ല. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ടു വേ കമ്മ്യൂണിക്കേഷനാണ്. രണ്ട് തലത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടില്ല. അപ്പം ആ കമ്മ്യൂണിക്കേഷന് പറയുന്ന പേരാണ് സോക്രട്ടിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സോക്രട്ടിക് മെത്തേഡിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സോക്രട്ടിക് മെത്തേഡിൻ്റെ ടു വേ കമ്മ്യൂണിക്കേഷനിൽ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ പറയുന്നു, അഭിപ്രായങ്ങൾ ചോദിക്കുന്നു, തിരിച്ച് അഭിപ്രായങ്ങൾ വരുന്നു. ഓഡിയൻസ് മേ റൈസ് ക്വസ്റ്റ്യൻ ആൻഡ് ദെയർ ഓൺ ഇൻഫർമേഷൻ, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ടു ദി സബ്ജക്റ്റ്. ഒരു വിഷയത്തെക്കുറിച്ച് ആ ഓഡിയൻസിൻ്റെ അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവരുടെ ഐഡിയകളെല്ലാം പരസ്പരം ഷെയർ ചെയ്യുന്നു. അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകളും ഷെയർ ചെയ്യുന്നു. ടു വേ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് അതാണ് ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, സോക്രട്ടിക് മെത്തേഡ്. ആ പേരുകളും കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. അത് ഇനി അതിന് പറയുന്നത് ആക്റ്റീവ് ആൻഡ് ഡെമോക്രാറ്റിക് ആയിട്ട് വരുന്നത്. എല്ലാവരും പങ്കെടുക്കും അതിനകത്ത്, ആക്റ്റീവ് ആവും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ. വൺ വേ കമ്മ്യൂണിക്കേഷനേക്കാളും ഏറ്റവും കൂടുതൽ വരുന്നത് ഇതേപോലെ തന്നെ ടു വേ കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. മോർ ലൈക്ലി ടു ഇൻഫ്ലുവൻസ് ബിഹേവിയർ. അത് ശരിക്കും കൃത്യമായിട്ട് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചു. വൺ വേ പഠിച്ചു, ടു വേ പഠിച്ചു. ഇനി അടുത്ത് വരുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ് ഓഫ് മൗത്ത്, ട്രഡീഷണൽ വേ ആണ്. നമ്മുടെ പണ്ടത്തെ രീതികൾ എന്ന് പറയില്ലേ, വാമൊഴി വരമൊഴി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഗുരുകുല സമ്പ്രദായത്തിൽ അതേപോലെ തന്നെയാണ് വേർഡ് ഓഫ് മൗത്ത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ലോഡഡ് വിത്ത് ഹിഡൻ മീനിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് തന്നെ നിരവധി, ഇപ്പം നമ്മൾ ചെറിയ ചെറിയ സൗണ്ടുകളിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും അല്ലേ. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് എന്താ? നോൺ വെർബലാണ്. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് വേർഡ്സ്. ആ കമ്മ്യൂണിക്കേഷനിൽ വേർഡ്സുകൾ ഉണ്ടാവില്ല, വാക്കുകൾ ഉണ്ടാവില്ല. വെറും എന്താണ് ഉണ്ടാവുക? ആംഗ്യങ്ങളുണ്ടാവുക അല്ലേ. അതിനിപ്പം അതിന് പറയുന്നുണ്ട്
ബോഡ്ലി മൂവ്മെൻറ്റ്സ്, നമ്മുടെ ശരീരം മൂവ് ചെയ്തിട്ടുള്ള റിപ്ലൈകൾ, അതുപോലെ തന്നെ പോസ്ചർ, ഗസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ ഇപ്പം ചിരി അല്ലേ, ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചിരി, അല്ലെങ്കിൽ പുരികം ഉയർത്തുന്നത്, റൈസ്ഡ് ഐബ്രോസ്, ഫോങ്സ്, അങ്ങനെ ഈ തോള് ഉയർത്തുക, ഗസിങ്, ഇത്തരത്തിലൊക്കെ ഇതാണ് നോൺ വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. സൈലൻസ് ഈസ് എ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് അല്ലേ. മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞതുപോലെ സൈലൻസ് ഈസ് എ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇതായിട്ട് വരുന്നതാണ് സൈലൻസ് വരുന്നത്, മൗനമായിട്ടിരിക്കുക. ഇറ്റ് ക്യാൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ആ ഒരു സൈലൻസ് അത് വാക്കുകളെക്കാളും സൗണ്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഇത് പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ഇപ്പം 1 വേ കമ്മ്യൂണിക്കേഷൻ, 2 വേ കമ്മ്യൂണിക്കേഷൻ, ഈ പിന്നെ അതേപോലെ തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. ഇനി അടുത്ത് വരുന്നത് ഫോർമലാണ്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. എന്തൊക്കെയാണ് വരുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ഒരു അതോറിറ്റിയിൽ നിന്ന് അതിന് കൃത്യമായിട്ട് ആ ഒരു മെസ്സേജ് വരുന്നത് ഇന്ന കാര്യങ്ങൾ മാത്രം പറയുക, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അതോറിറ്റിയിൽ നിന്നുള്ള ആ ഒരു നിർദ്ദേശങ്ങളുണ്ടാവും. ഫോളോ ലൈൻസ് ഓഫ് അതോറിറ്റി അല്ലേ. അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ മാത്രമായിട്ടാണ് അത് പോകുള്ളൂ. ഇനി അടുത്തത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴോ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ഇൻഫോർമൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇൻഫോർമൽ നെറ്റ്വർക്ക് പറയുമ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഉദാഹരണം പറയുന്നത് തന്നെ ഗോസിപ്പ് പറയുന്നുണ്ട് അല്ലേ. അത് ഒരു അതോറിറ്റി എന്നല്ല, പക്ഷേ മറ്റ് തലങ്ങളിൽ ഇൻഫോർമലായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ഈ കുശുമ്പ് പറയുക, പരദൂഷണം പറയുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്. മേ ബി മോർ ആക്റ്റീവ് ഇഫ് ഫോർമൽ ചാനൽസ് ഡസ് നോട്ട് കാറ്റർ ദി ഇൻഫർമേഷൻ നീഡ്. അവർക്ക് ഇപ്പോൾ നമ്മൾ ഗോസിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് അത് ശരിയോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒരു പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള രീതിയിലാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. അപ്പം ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായിട്ട് ഒരു അതോറിറ്റിയിൽ നിന്നുള്ള ഇൻഫോർമേഷനാണ് പാസ് ചെയ്യുക. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ ഒരു ന്യൂസ് വരുന്നത്, ഒരു ടോക്ക് വരുന്നത് എവിടെ നിന്നാണെന്ന് പോലും ആർക്കും അറിയില്ല. ഒരു ഇൻഫോർമൽ നെറ്റ്വർക്ക്, റൂമേഴ്സ് ഒക്കെ പറയില്ല, ഗോസിപ്പ് എന്ന് പറയുന്ന ആ ഒരു സർക്കിളിൽ നിന്നാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. എന്തൊക്കെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? അതിന് നമുക്ക് ചാർട്ടുകളുണ്ടാവും, ഗ്രാഫുകളുണ്ടാവും, പിക്ചോഗ്രാം ഉണ്ടാവും, ടേബിൾസ് ഉണ്ടാവും, മാപ്പ് ഉണ്ടാവും, പോസ്റ്റേഴ്സ് ഉണ്ടാവും. ഇതൊക്കെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പോസ്റ്ററുകൾ, ഇപ്പോൾ ഈ അസുഖങ്ങളുടെയൊക്കെ പോസ്റ്ററുകളാണെങ്കിൽ നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ മാപ്പുകൾ, ഇപ്പോൾ റൂട്ട് മാപ്പുകളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, ഗ്രാഫുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. അടുത്ത് വരുന്നത് ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർനെറ്റാണ് വരുന്നത്. ഓക്കെ, നമ്മൾക്ക് ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും എഫക്റ്റീവ് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. ടെലി കമ്മ്യൂണിക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓവർ ഡിസ്റ്റൻസ് യൂസിങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ്. എത്ര ദൂരത്തിലുള്ള ആളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന മീഡിയമാണ് ടെലി കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ഇൻ്റർനെറ്റും വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ റേഡിയോ വരുന്നുണ്ട്, TV, ഇൻ്റർനെറ്റ്, ടെലിഫോൺ, ടെലിഗ്രാഫ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്, പോയിൻ്റ് ടു പോയിൻ്റ് ടെലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് പറയുന്നത് അല്ലേ. നമുക്കിപ്പോൾ എത്ര ദൂരത്തു നിന്നുള്ള ന്യൂസ് ആണെങ്കിലും നമുക്ക് ഞൊടിയിടയിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ടെലി കമ്മ്യൂണിക്കേഷൻ വഴിയും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് സൗകര്യം വഴിയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ പറയുന്നതാണ് പോയിൻ്റ് ടു പോയിൻ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഈസ് ക്ലോസർ ടു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് പോയിൻ്റ് ടു പോയിൻ്റ്. ഇപ്പോൾ ഇവിടുന്ന് നമ്പർ ഞെക്കി കുത്തി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു 10 സെക്കൻഡിനുള്ളിൽ അപ്പുറത്ത് അത് അങ്ങേ സൈഡിൽ അത് എത്ര ദൂരത്തിലുള്ള ആളാണെങ്കിലും അവിടെ നിന്ന് ആളടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളാണ് ഇതേപോലത്തെ ടെലികമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ ഇൻ്റർനെറ്റും ആയിട്ട് നമുക്ക് സൗകര്യപ്രദമാവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ ഇപ്പം
പഠിച്ചിരിക്കുന്നത് നമ്മൾ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അതിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് പഠിച്ചു. അതിൻ്റെ മറ്റൊരു പേരാണ് ഡൈഡാറ്റിക് മെത്തേഡ്. ടു വേ പഠിച്ചു, സോക്രട്ടിക് മെത്തേഡായിട്ടുള്ള ടു വേ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, ഫോമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ബാരിയേഴ്സാണ്. ആ ടേബിളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കമ്മ്യൂണിക്കേഷനിൽ തടസ്സം വരുന്നതാണ്. എന്തൊക്കെയാണ് തടസ്സങ്ങൾ വരുന്നത്? ഫിസിയോളജിക്കലായിട്ടുള്ള ബാരിയേഴ്സ് എന്തൊക്കെയാണ്? ഫിസിയോളജിക്കലായിട്ടുള്ള ബാരിയേഴ്സ് പറയുമ്പോൾ ഡിഫിക്കൽട്ടീസ് ഇൻ ഹിയറിങ്, നമുക്കത് കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്പ്രഷൻസും, ഇതൊക്കെയാണ്. അപ്പോൾ ഫിസിയോളജിക്കലായിട്ടുള്ള ബാരിയേഴ്സിൽ വരുന്നതാണ് ഡിഫിക്കൽട്ടീസ് ഇൻ ഹിയറിങ്, കേൾക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ എക്സ്പ്രഷൻസും. അതൊക്കെയാണ് ഫിസിയോളജിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇനി സൈക്കോ സോഷ്യലായിട്ട് എന്തൊക്കെ വരുന്നത്? ഇമോഷണൽ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, ലെവൽ ഓഫ് IQ വരുന്നുണ്ട്, ലാംഗ്വേജ് ഓർ കോംപ്രിഹെൻഷൻ ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട് അല്ലേ? സൈക്കോളജിക്കലായിട്ട് വരുന്നത് ഈ ഇമോഷണലിൻ്റെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, IQ കുറവ്, ലെവൽസ് ഓഫ് IQ, പിന്നെ അതുപോലെ തന്നെ ഭാഷയുടെ വ്യത്യാസം, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. എൻവയോൺമെൻറ്റലായിട്ട് എന്തൊക്കെ വരുന്നത്? പാരിസ്ഥിതികമായിട്ട് നോയ്സ്, ഇൻവിസിബിലിറ്റി, കൺജൻഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എൻവയോൺമെൻറ്റലായിട്ടുള്ള ബാരിയേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി കൾച്ചറലായിട്ട് എന്തൊക്കെ വരുന്നത്? ഇല്ലിറ്ററസി വരുന്നുണ്ട്. കൾച്ചറലായിട്ടുള്ള ബാരിയേഴ്സ് വരുന്നത് ഇല്ലിറ്ററസി, കസ്റ്റംസ്, ലെവൽ ഓഫ് നോളജ്, ബിലീഫ്, അതുപോലെ തന്നെ ലാംഗ്വേജ് വേരിയേഷൻ. ഓരോ സ്ഥലങ്ങളിലും ഭാഷ വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അർബൻ ആൻഡ് റൂറൽ എഡ്യൂക്കേഷൻ ഡിഫറൻസസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, അത് നമ്മൾ അതിനോട് ഉള്ള ഒരു മനോഭാവം എങ്ങനെയുള്ളതാണെന്നൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിച്ചിരിക്കുന്നത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ ബാരിയേഴ്സുമാണ് നമ്മൾ ഇത്തരം നേരം പഠിച്ചത്. അപ്പം ഈ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നിരവധി ഞാൻ ഫസ്റ്റിലേ പറഞ്ഞതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു ചെറിയ ചെറിയ പോർഷനായിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പം നമുക്ക് പഠിക്കാനും കേൾക്കാനൊക്കെ ഏറ്റവും എളുപ്പമാവും. ഓക്കെ, താങ്ക് യു.